ഹലോ! മുട്ടയും കിഴങ്ങും വെച്ചിട്ട് നല്ല അടിപൊളി ഒരു ടേസ്റ്റി സ്നാക്കാണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു സ്നാക്കാണ്. നല്ല ക്രിസ്പി ആയിട്ട് മുട്ടയും കിഴങ്ങും വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന നല്ലൊരു ടേസ്റ്റി സ്നാക്കാണ് കേട്ടോ. നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് പോലെയല്ല, അതിലും ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു സ്നാക്ക്. കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടും. വെളിയിൽ നിന്ന് ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങി കൊടുക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. അതൊട്ടും ഹെൽത്തി അല്ല. നമ്മുടെ വീട്ടിൽ തന്നെ നല്ല എണ്ണയിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കൂ. ശരിക്കും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ 4 കിഴങ്ങാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് എടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി 4 കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ കിഴങ്ങൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഫ്രഞ്ച് ഫ്രൈസിൻ്റെ അതേ ഷേപ്പിൽ കുറച്ച് വണ്ണം കൂടിയാലും കുറഞ്ഞാലും ഒന്നും ഒരു കുഴപ്പമില്ല. നമുക്ക് നല്ല രീതിയിൽ തന്നെ വെന്തും നല്ല ഫ്രൈ നല്ല മൊരിഞ്ഞ രീതിയിൽ കിട്ടും കേട്ടോ. ആ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, അതേപോലെ ഏകദേശമൊക്കെ വരുന്ന പോലെ ഒന്ന് കട്ട് ചെയ്ത് നല്ല രീതിയിൽ ആ ഷേപ്പൊന്നും പെർഫെക്റ്റ് ആവണമെന്നില്ല, പക്ഷേ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മളിത് മുട്ടയിൽ കോട്ട് ചെയ്ത് പിന്നെ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസിലൂടെ ഒന്ന് കോട്ട് ചെയ്തെടുത്ത് വറുക്കുമ്പോഴത്തേക്കും നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ളൊരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. ശരിക്കും നല്ല ടേസ്റ്റാണ് കഴിക്കാനേ. ഈ ഒരു ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് അതൊന്നൊരു ബൗളിലോട്ട് എടുത്തൊന്ന് മാറ്റി വെക്കുക. നമുക്കിനിയും ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ഇനി എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് 4 കിഴങ്ങ് കൊണ്ട് ഒരുപാട് നമുക്ക് നല്ലതായിട്ട് അരിഞ്ഞ് ഒരുപാട് കിഴങ്ങ് നമുക്ക് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ആദ്യം തന്നെ കുറച്ച് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് കടലമാവ്, പിന്നെ കുറച്ച് കോൺഫ്ലോർ, എല്ലാം കുറേശ്ശെ മതിയാവും. പിന്നെ 2 ടേബിൾ സ്പൂണ് നമ്മുടെ അരിപ്പൊടി ഉണ്ടല്ലോ, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒറിഗാനോ കൂടെ ആഡ് ചെയ്യുക കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ സംഭവം. അപ്പോൾ ഒറിഗാനോ ആഡ് ചെയ്യുക. പിന്നെ മുളക് പൊടി ഇടുക, കുറച്ച് ഗരം മസാല, ഇത് രണ്ടും മാത്രം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ശരിക്കും ഇതിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതെ ഇത് കോട്ട് ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ കുഴഞ്ഞു പോവും. അതുകൊണ്ട് വെള്ളം നമ്മൾ ആഡ് ചെയ്യുന്നില്ല. ഇനി നമ്മളൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഒരു മുട്ട മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. ഈ മുട്ടയിൽ നമ്മൾ ആദ്യം നേരത്തെ കട്ട് ചെയ്ത് വെച്ച നമ്മുടെ കിഴങ്ങുണ്ടല്ലോ, അതൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കോട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും അതിനകത്തൊരു നനവ് പിടിച്ചിട്ട് നമ്മൾ ആ ഡ്രൈ ഇൻഗ്രീഡിയൻസിലോട്ട് ആഡ് ചെയ്യുമ്പോഴത്തേക്കും അതൊന്ന് നന്നായിട്ട് ചുറ്റിനും പിടിച്ച് കിട്ടും. അപ്പോൾ ഈ മുട്ടയ്ക്കകത്ത് നമ്മളിത് മുക്കിയിട്ടാണ് മറ്റേ ഡ്രൈ ഇൻഗ്രീഡിയൻസിലോട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം മുട്ടയും മുക്കിയ കിഴങ്ങ് നമ്മൾ കുറേശ്ശെയായിട്ട് മൈദയുടെ മിക്സിലോട്ട് നമ്മളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. നല്ല ഫുള്ളായിട്ട് നല്ല കവറായി നല്ല കോട്ട് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് ക്രിസ്പി ആയിട്ട് കഴിക്കാൻ പറ്റും. അപ്പം നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് ഇങ്ങനെ കുട്ടികൾക്കൊക്കെ നല്ല ക്രിസ്പി സ്നാക്കാണല്ലോ ഇഷ്ടം. അപ്പോൾ വീട്ടിൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റുമാണ്. നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ സമാധാനത്തിൽ കുട്ടികൾ കഴിക്കുമ്പോൾ നമുക്കും സമാധാനം, അത് കഴിക്കുന്നവരും ഹെൽത്തി. അപ്പം അതിനുശേഷം അതെല്ലാം കോട്ട് ചെയ്ത് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മളിനി കുറച്ച് ഫ്രൈ പാനിലോട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. അതെടുത്തിട്ട് നമ്മൾ ഓരോ കിഴങ്ങിൻ്റെ ഇതും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. കരിഞ്ഞു പോകാതെ നോക്കണം കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു നമ്മൊരു യെല്ലോ കളറൊക്കെ ആകുമ്പം ഒരുപാട് ബ്രൗൺ ആവാതെ ഈ ഒരു കളറൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് കോരിയെടുക്കാം കേട്ടോ. മുട്ടയും കിഴങ്ങും വെച്ചിട്ടുള്ള ഈ ഒരു സ്നാക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? എങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ആരും മറക്കല്ല കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള മുട്ടയുടെ സ്നാക്സാണ് കൂടുതലും ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സിംഗർ ഫ്രൈ നല്ല രീതിയിൽ മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ടും പാത്രത്തിലോട്ട് ഇടുമ്പോൾ സൗണ്ട് കേൾക്കാം. അപ്പം അതുപോലെ ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു മുട്ടയും കിഴങ്ങും വെച്ചിട്ടുള്ളൊരു സ്നാക്ക് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അന്നേരം നമ്മൾ ഓരോന്നായിട്ട് പ്ലേറ്റിലോട്ടൊന്ന് കോരി കോരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ശരിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. നിങ്ങൾ എന്തായാലും ഇത് മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഫ്രഞ്ച് ഫ്രൈസൊക്കെ പോലെ തന്നെ അത്രയും അത് വേറൊരു ടേസ്റ്റ്, ഇത് വേറൊരു ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. നമുക്ക് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നില്ലേ, പുറത്തിങ്ങനെ നല്ല കോട്ടിംഗ് ആയിട്ട്. അപ്പോൾ നല്ല കിഴങ്ങ് വറുത്തതൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ള കുട്ടികളായിരിക്കുമല്ലോ കൂടുതലും. എല്ലാവർക്കും ഫ്രഞ്ച് ഫ്രൈസിൻ്റെ പുറകിനായിരിക്കും എല്ലാവരും പോകുന്നത്. പക്ഷേ ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് കമൻറ്റിലൂടെ പറയണം കേട്ടോ എങ്ങനെ ഉണ്ടെന്ന്. അപ്പം എല്ലാവർക്കും എൻ്റെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട്
കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.